കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം ടാർഗറ്റ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ജീവനക്കാരെ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തുകയായിരുന്നു. സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധ്യാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പീഡനം നടന്നുവെന്ന രീതിയിൽ പുറത്തുവന്ന ദൃശ്യങ്ങൾ തങ്ങളുടേതല്ലെന്ന് സ്ഥാപന ഉടമ ജോയ് ജോസഫ് പോലീസിനോട് പറഞ്ഞു. അമൽനാഥ് പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെയാണ് മർദ്ദനത്തിന് ഒപ്പം തന്നെ പീഡനത്തിനും ഇരയാക്കിയിരിക്കുന്നത്. വീടുകളിൽ പ്രൊഡക്ട്സുമായി എത്തുന്ന ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഇവർക്ക് ഓരോ ദിവസവും ഒരു ടാർഗറ്റ് നിശ്ചയിച്ചു നൽകും. എന്നാൽ പലർക്കും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കാറില്ല. ആ ടാർഗറ്റ് പൂർത്തീകരിക്കാത്ത ജീവനക്കാരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നത്. നായകൾക്ക് സമാനമായ രീതിയിൽ ഇവരുടെ കഴുത്തിൽ ഒരു ബെൽറ്റിട്ട് മുട്ടുകാലിൽ നടത്തുകയും ഒപ്പം തന്നെ നാണയങ്ങൾ താഴെയിട്ട് അവ നക്കിയെടുക്കാൻ വേണ്ടി പറയുകയുമായിരുന്നു. എന്നാൽ ആരും തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്ത് വന്നിരുന്നില്ല. പിന്നീട് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. എന്നാൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ ഒപ്പം തന്നെ അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പറയുന്നത് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിനു പകരം തങ്ങൾ പ്രൊഡക്ട്സ് നൽകിയ മറ്റൊരു സ്ഥാപനം കെൽട്രോ എന്ന സ്ഥാപനത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിലെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് പരാതികൾ മുന്നേ തന്നെ പുറത്തു വന്നിരുന്നു. ഹുബൈലിനെതിരെ സ്ത്രീകളടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നത്. അവരുമായി തങ്ങൾക്ക് ബന്ധമില്ല, പക്ഷേ അവർ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പ്രൊഡക്ട്സ് വാങ്ങി ഇത്തരത്തിൽ വിതരണം ചെയ്തു എന്നൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് പറയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകളും അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഒരു സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഡിവൈഎഫ്ഐയുടെയും CITയുടെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുകയുമാണ്. അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.